ഈ എന്തെങ്കിലും മാർഗം എന്ന് പറഞ്ഞാല് അത് ആരോടെങ്കിലും കടം ചോദിക്കലല്ലേ? ആ കൂട്ടത്തിൽ പോലും അമ്മ പെടില്ലേ മോനെ? എന്റെ ഭർത്താവ്, ഇവളുടെ അച്ഛൻ, എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു ചരടില്ല. ടെസ്റ്റുകളൊക്കെ ഇവിടെ തന്നെ ചെയ്യണം. എടാ, നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് പൈസയുടെ കാര്യമാണെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് മറയ്ക്കാൻ നോക്കുകയാണോ നിങ്ങള്? എനിക്ക് വേണ്ടി ഇനി എന്തിനാടാ കാശ് ചെലവാക്കുന്നേ? എനിക്കിനി അധിക സമയമൊന്നുമില്ല. ഒരു പോക്ക് അങ്ങോട്ട് പോവണം, അത്ര തന്നെ. ഒന്ന് മതിയാക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ച ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലർക്കൊരു പ്രശ്നമായത്. പിന്നെയുള്ള സംസാരം മുഴുവൻ മരണത്തെക്കുറിച്ചാ. അമ്മേ, എന്താ ഇത്? പത്മിനി, നീയെങ്കിലും ഒന്നും മനസ്സിലാക്ക്. ഇപ്പൊ ഈ കാശിന് കിടന്നൊന്നും ഓടണ്ട. ശരി, അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ കൈ കാശാവുമ്പോ എന്നോട് പറ. മുത്തശ്ശി പ്ലീസ്, പണം ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. മുത്തശ്ശി പെർഫെക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് മുത്തശ്ശി എവിടുന്ന് കൊണ്ടുപോകും. അമ്മ, ഞാൻ ഇന്ന് വീട് വരെ പോയിട്ട് വരാം. എന്റെ മോളെ, നീ വീട്ടിൽ ചെന്ന അച്ഛനോട് ഈ വിവരം പറയല്ലേ. ആ മനുഷ്യൻ വെറുതെ കിടന്ന് ഓടും. എന്തിനാ വിഷമിപ്പിക്കുന്നേ? പൈസയൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. പോയിട്ട് വരാം അമ്മ. എടോ, ഞാനും വരാം. അമ്മേ, മുത്തശ്ശി പറയുന്ന കേട്ട് ഡോക്ടറോടൊന്നും സംസാരിക്കാൻ നിൽക്കില്ലേ? മുത്തശ്ശി, ഞങ്ങളിതാ വരുന്നു. പോയിട്ട് വരാം. എത്ര പറഞ്ഞാലും കേക്കില്ല. ഇനി എവിടൊക്കെ ഓടാനാ ഉദ്ദേശിച്ചിരിക്കുന്നേ? ആ വീണ വീഴ്ചയിൽ അങ്ങ് തീർന്നാ മതിയായിരുന്നു. അമ്മ വീണ്ടും തുടങ്ങുവാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? 2-3 ചേച്ചിമാരുണ്ട്. അവരുടെ അടുത്തേക്ക് ഞാൻ പോയിക്കോളാം. വരണ്ട. അവരൊക്കെ പാവങ്ങളാ. അതുകൊണ്ട് കാശ് കയ്യിൽ വെച്ചിട്ടില്ല എന്ന് എന്തായാലും പറയില്ല. നേരെ മറിച്ച എൻ്റെ കാര്യം. ഈ വലിയ വലിയ സമ്പന്നന്മാരുടെ ഇടയിൽ ഒരാൾ വീണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അയാളെ ഒരു പകർച്ചവ്യാധി വന്ന ആളെ പോലെയാണ് കാണുക. തൊട്ടടുത്ത് സീറ്റിലിരിക്കാൻ പോലും സമ്മതിക്കില്ല. പലപ്പോഴും തള്ളി പറയുന്നത് നമ്മളെ കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിട്ടുള്ള ആളായിരിക്കും. ഈ പണത്തിന്റെ കാര്യത്തിൽ എല്ലാരും അങ്ങനെയാ. അമ്മ, മോളെ, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? ആ, മുത്തശ്ശിക്ക് ഇപ്പൊ കുഴപ്പമില്ല. വരണം വന്നിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. അതെന്താ നീ ഇങ്ങോട്ട് പോരുന്നേ? അത് മുത്തശ്ശിക്ക് 2-3 ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അമ്മ. ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കാശ് കുറവാ. നമ്മുടെ രാധാമണി ചേച്ചിയില്ലേ, അമ്മ കുറി വെക്കുന്ന, അവരോട് ചോദിച്ചാൽ കുറച്ച് പൈസ കിട്ടുമോ? രാധാമണിയോട് ചോദിക്കണ്ട മോളെ. അവളുടെ കൊച്ചിന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ മുഴുവൻ ഓട്ടത്തിലായിരുന്നു. ഓ, കൊച്ച് ഇംഗ്ലണ്ടിലല്ലേ പഠിക്കുന്നേ. പിന്നെ ഇപ്പോ കാശ് ചോദിക്കാന്ന് പറഞ്ഞാ വേണിയുണ്ട്. പക്ഷെ അവളോട് ചരിത്രം മുഴുവൻ പറയേണ്ടി വരും. മോളൊരു കാര്യം ചെയ്തേ, നേരെ ഇങ്ങോട്ട് പോരെ. കാശിനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാ? നിനക്കിപ്പോ കാശ് കിട്ടിയാ പോരെ, നീ പെട്ടെന്നിങ്ങ് വാ. ശരി. അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. പൈസ അമ്മ അറേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അതെവിടുന്നാ? അതെനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ? അല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാവുകയാണല്ലേ? ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയ സമയം. ആദ്യം നമുക്ക് മുത്തശ്ശിയുടെ കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്യാം. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. വണ്ടി എടുക്ക.
അമ്മേ 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 എന്താ അമ്മേ? അത് മോളെ, നമ്മുടെ അമ്പലത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കടയില്ലേ, തിരുവാതിര ഫിനാൻസ് എന്ന് പറഞ്ഞ്, ആ അവിടെ വരെ ഒന്ന് പോണം. കാശിന്റെ കാര്യത്തിനാ. അച്ഛനോട് പറഞ്ഞോ? അച്ഛൻ സംഘടിപ്പിച്ചാണോ അവിടുന്ന്? അല്ല, അച്ഛനോട് പറഞ്ഞിട്ടില്ല. ദാ, ഇത് കയ്യിൽ വെച്ചോ. ഇതവിടെ പണയം വെച്ചാ മതി. ഇതമ്മയുടെ താലിമാലയല്ലേ? താലിതേ ഞാനൊരു ചരടിൽ കോർത്ത് കഴുത്തിലിട്ടിരിക്കല്ലേ. പെട്ടെന്ന് ഇതുകൊണ്ട് വെച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക്. അതും കൊടുക്ക്. എന്താ മോനെ? ഇതൊന്നും വേണ്ടമ്മേ. ഊരി തരുന്ന അമ്മയ്ക്ക് ഇത് നിസ്സാരാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം താ വന്നേ, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. എന്തെങ്കിലും മാർഗം ഉണ്ടാവൂടോ? മോനെ, ഈ എന്തെങ്കിലും മാർഗം എന്ന് പറഞ്ഞാല് അത് ആരോടെങ്കിലും കടം ചോദിക്കലല്ലേ. ആ കൂട്ടത്തിൽ പോലും അമ്മ പെടില്ലേ മോനെ. എന്റെ ഭർത്താവ്, ഇവളുടെ അച്ഛൻ, എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു ചരടില്. ആ ചരടിനോ അതിന് പകരം വന്ന മാലയ്ക്കോ അല്ല മോനെ വില. അമ്മ അച്ഛന് കൊടുക്കുന്ന ബഹുമാനത്തിനും അച്ഛൻ അമ്മയ്ക്ക് തരുന്ന സ്നേഹത്തിനുമാണ്. ഈ താലിമാലയുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. മുത്തശ്ശി നിനക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. മുത്തശ്ശിയെ ചികിത്സിക്കാൻ പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുമായിരിക്കും. കണിമംഗലം ജയഭാരതി ഈ പ്രായത്തില് അങ്ങനെ ഒരു വിഷമം അറിയാൻ പാടുണ്ടോ? പറയേ. ദേവേട്ടൻ ഇവിടെ എപ്പോഴും പറയും, രാധികയുടെ ഭർത്താവായിട്ട് വന്നു കയറിയ ആളല്ല, നീ പ്രസവിച്ച മകനായിട്ട് വരുണിനെ കാണേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാവശ്യമുണ്ട് അമ്മയെന്ന് പറഞ്ഞ് അധികാരത്തോടെ ഊരിക്കൊണ്ട് പോണ്ടവനല്ലേ നീ? അമ്മേ, പിന്നെ അമ്മ ആർക്കായത് തരുന്നേ? നാളെ രാജാവിനെ പോലെ നടക്കാൻ പോകുന്ന ഒരാൾക്കാ. അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല മോനെ.